നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നതിലും അപ്പുറം ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ലോകകപ്പ് ഫൈനൽ, അതിനായുള്ള കാത്തിരിപ്പിനാണ് എല്ലാ പ്രേക്ഷകരും, ലോകമെമ്പാടുമുള്ള ആളുകൾ എന്ന് തന്നെ പറയാം. 12:30-ക്കായുള്ള അക്ഷമരായുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഫുട്ബോൾ ആരാധകരും. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരെ ഇന്നറിയാം. അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം രാത്രി 12:30. തുടർച്ചയായ കിരീടം ലക്ഷ്യമിട്ട് അർജന്റീന. ആവേശത്തോടെ ഫുട്ബോൾ ലോകം. മൂന്നാം സ്ഥാനക്കാർക്കുള്ള പോരിൽ ഗോൾ മഴ. ഫ്രാൻസിനെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് 4-6 ഗോളുകൾക്ക്. ബുക്കായോ സാക്കയ്ക്ക് ഹാട്രിക്ക്. ഇരട്ട ഗോളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പോരിൽ മുന്നിൽ. അമേരിക്കയ്ക്കെതിരെ പ്രത്യാക്രമണം കടുപ്പിച്ചിറാൻ. ജോർദാനിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. അമേരിക്കയ്ക്ക് സമാധാനത്തോടെ മേഖലയിൽ തുടരാനാകില്ലെന്ന് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് UAE. കോൺഗ്രസിലെ തർക്കത്തിൽ KPCC നേതൃത്വത്തിന്റെ ഇടപെടലുടൻ. KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. VD സതീശൻ ചെറുപ്പക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന മുഖ്യമന്ത്രിയെന്ന് ശശി തരൂർ. തർക്കത്തിൽ ഇടപെടാൻ ആഗ്രഹമില്ലെന്നും തരൂർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹാരത്തിലേക്ക്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഇന്ന്. ദേവസ്വം മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥി. 1 മാസം വരെ നീളുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത് 52 കരകളിലെ പള്ളിയോടങ്ങൾ. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിൽ നിർണായക ചർച്ച നാളെ. തൊഴിൽ മന്ത്രി വിളിച്ച ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കും. കമ്പനി നിലപാട് അനുകൂലമല്ലെങ്കിൽ നിയമ നടപടിക്ക് സർക്കാർ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രി 12:30-ക്കായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മനുഷ്യനും, അല്ലെങ്കിൽ ലോകം മുഴുവൻ എന്ന് തന്നെ പറയാം. ലോകകപ്പ് ഫൈനൽ ഇന്ന് നടക്കുമ്പോൾ ആരാകും വിജയം എന്നുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ തന്നെ നെഞ്ചിടിപ്പേറ്റി കാത്തിരിക്കുന്ന ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ടാകും. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ എൽദോ പോൾ പുതുശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എൽദോ, ഗുഡ് മോർണിംഗ്. എന്തായിരിക്കും അവസ്ഥ ഇന്നത്തെ? അവസ്ഥ ഗംഭീരമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏതാ ടീം? ഏതാ? എനിക്ക് അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാ? മെസ്സിയാണോ? അതെ അതെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അർജന്റീന ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. കാരണം ഒരുപാട് പേരുണ്ട്, മലയാളികൾ ഉൾപ്പെടെ. എനിക്ക് സ്പെയിനേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിൽ അർജന്റീനക്കായിരിക്കും. അപ്പൊ അർജന്റീനയുടെ ജയം പ്രതീക്ഷിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ അർജന്റീനയുടെ ജയം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം വിശദമായി. സ്വാഗതം ഫുട്ഗോളത്തിലേക്ക്. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ആ ദിനം, വിധി ദിനം. ലോക ഫുട്ബോളിന്റെ അധിപന്മാർ ആരെന്ന് നിശ്ചയിക്കുന്ന ദിവസമാണ്. ഫിഫ ലോകകപ്പിന്റെ കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മുൻ ചാമ്പ്യന്മാരായ സ്പെയിനുമായി ഇന്ന് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആ കിക്ക് ഓഫ്. ഇന്നാണ് ആ ദിനം. ഫുട്ബോൾ സാമ്രാജ്യത്തെ ഭരിക്കേണ്ടത് ആരെന്ന് നിശ്ചയിക്കുന്ന വിധി ദിനം. യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും കൊമ്പുകോർക്കുകയാണ് സിംഹാസനത്തിനായി. പക്ഷം ചേർന്ന് ഭൂലോകവും. ജൂൺ 12 തുടങ്ങിയ പെരുങ്കളിയാട്ടമാണ്. 103 മത്സരങ്ങളിലായി അടരാടി വീണത് 46 ടീമുകൾ. ലോക കിരീടത്തിലേക്ക് കൈ നീട്ടി വെച്ചിരിക്കുന്നത് 2 സംഘങ്ങൾ, അർജന്റീനയും സ്പെയിനും.
നാലാമത്തെ കിരീടം ലക്ഷ്യമിടുകയാണ് അർജന്റീന. സ്പെയിനിന് നോട്ടം രണ്ടാം കിരീടവും. അർജന്റീനയുടെ പ്രയത്നം സഫലമായാൽ മെസ്സി സ്വന്തമാക്കുക സമാനതകളില്ലാത്ത നേട്ടമായിരിക്കും. തുടർച്ചയായി ലോകകപ്പ് നേടുന്ന ക്യാപ്റ്റൻ എന്ന ലേബലോടെ മെസ്സിക്ക് ബ്യൂണസ് അയേഴ്സിൽ പറന്നിറങ്ങാം. ലയണൽ സ്കലോണി എന്ന പരിശീലകനും ഇരട്ട കിരീടവുമായി ഇതിഹാസ മാനേജറായി മാറാം. 2010 കിരീടം നേടിയ സ്പെയിനിന് ഇത് രണ്ടാമത്തെ ഫൈനലാണ്. ജയിക്കാനായാൽ തോൽവിയില്ലാത്ത 2 ലോകകപ്പ് ഫൈനലുകൾ. ലെമീൻ യമാലിനും ഇത് അപൂർവ നേട്ടത്തിനുള്ള അവസരമാണ്. യൂറോ കപ്പും ലോക കിരീടവും നേടുന്ന പ്രായം കുറഞ്ഞ താരം. പൊസഷൻ ഗെയിമുമായി കളി പിടിക്കുന്ന രീതിയാണ് സ്പെയിന്റേത്. റോദ്രിയും ഫാബിയൻ റൂയിസും തെളിക്കുന്ന വഴിയിലൂടെ ഒന്നായി പായുന്ന സംഘം. പ്രതിരോധവും കരുത്തുറ്റതാണ്. എതിരാളികളുടെ ഗോളാഘോഷം ടീമിന് കാണേണ്ടി വന്നത് ഒരിക്കൽ മാത്രം. അർജന്റീനയുടെ ശൈലിക്ക് വേറെ പേരൊന്നുമില്ല. മെസ്സിയാണല്ല. കളി നിയന്ത്രിക്കുന്നതും ഗോൾ അടിക്കുന്നതും ഗോൾ അടിപ്പിക്കുന്നതും ലയണൽ മെസ്സി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലയണൽ സ്കലോണിയുടെ അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ വിജയിച്ച ചരിത്രമേയുള്ളൂ. എതിരാളിക്കനുസരിച്ച് തന്ത്രം മെനയുന്ന സ്കലോണിക്കറിയാം ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന്. A tu gente de la manera que festeja, de la manera que están felices, eso te llega y eso es imposible que no te toque el corazón. Al final siempre, yo creo que lo dije, jugamos por ellos. Nosotros, la selección argentina juega por su gente, por su país, por su familia, por esa gente que está esperando ver a la selección. Hemos recuperado algo que creo que es muy valioso, que la gente se pare delante de la televisión con la camiseta de Argentina. സ്പെയിനിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവിട്ട ലയണൽ മെസ്സി, സ്പെയിനിൽ പോയി കോച്ചിംഗ് പാഠങ്ങൾ പഠിച്ച സ്കലോണി, സ്പെയിനുമായി ഇഴചേർന്നു കഴിയുന്ന അർജന്റീനയ്ക്ക് ഇത് സൗഹൃദ കളം കൂടിയാണ്. മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ തിക്കിത്തിരക്കാത്ത ഒരു കളിക്കാരൻ പോലുമില്ല ഈ സ്പാനിഷ് ടീമിൽ. പക്ഷേ ഇത് ലോകകപ്പിന്റെ ഫൈനലാണ്. സൗഹൃദം നിലനിൽക്കുമ്പോഴും വീരനും വാശിക്കും കുറവുണ്ടാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ ലോകത്തിന്റെ ഫുട്ബോൾ അധിപന്മാർ ആരാണെന്ന് നമ്മൾ കാത്തിരിക്കുന്ന ദിനത്തിൽ ഇതിനിടെ ഒരു ഫലം കൂടി പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. ഈ ലോക ഫുട്ബോളിലെ 3ാം സ്ഥാനം അത് ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഫ്രാൻസിനെ 4-നെതിരെ 6 ഗോളുകൾക്ക് തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3ാം സ്ഥാനക്കാർക്കുള്ള ആ മെഡൽ കഴുത്തിലണിഞ്ഞത്. ലോകകപ്പ് മത്സരവേദിയിൽ ഇന്ന് മയാമിയിലായിരുന്നു പ്ലേ ഓഫ്. 3ാം സ്ഥാനക്കാർക്കായുള്ള പ്ലേ ഓഫ്. ഗോൾ മഴയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ വേദിയിൽ. അതായത് ഇംഗ്ലണ്ടിന്റെ ഗോൾ സ്കോറിംഗ് തുടങ്ങുന്നത് കേവലം 3ാം മിനിറ്റിലാണ്. 3ാം മിനിറ്റ് ഡെക്ലാൻ റൈസിലൂടെ ഇംഗ്ലണ്ട് ഗോൾ വേട്ട തുടങ്ങുകയാണ്. പിന്നീട് 18ാം മിനിറ്റിൽ കോൻസ ഗോൾ അടിക്കുന്നു. അതിനുശേഷം ആദ്യ ഗോൾ നേടുന്നത് എംബാപ്പയാണ് ഫ്രാൻസിന് വേണ്ടി. 48ാം മിനിറ്റിൽ ബാർക്കോള 54ാമത്തെ മിനിറ്റിലും ഗോൾ സ്കോർ ചെയ്യുന്നു. 66ാമത്തെ മിനിറ്റിൽ എംബാപ്പെ വീണ്ടും വലകുലുക്കുന്നതോടെ ഗോൾഡൻ ബൂട്ട് പോരിൽ ഒരു കൃത്യമായിട്ടുള്ള മേധാവിത്വം എംബാപ്പെ അവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി പറയണം. ലയണൽ മെസ്സി ഇന്ന് എത്രമാത്രം ഗോളുകൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ആകാംക്ഷയുടെ ഉറ്റുനോക്കേണ്ടത്. ഇനി ബുക്കായ സാക്കയുടെ ഹാട്രിക് ആയിരുന്നു ആ മത്സരത്തിലെ സവിശേഷത. 37ാം മിനിറ്റിൽ ഒപ്പം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇനി 87ാം മിനിറ്റിൽ ഈ 3 ഗോളുകളാണ് ബുക്കായ സാക്ക സ്വന്തമാക്കിയത്. അവസാന ഗോൾ അത് പെനാൽറ്റിയിലൂടെയായിരുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാം ഏറ്റവും ഒടുവിൽ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഗോൾ സ്കോർ ചെയ്തു. തൊട്ടുമുമ്പ് ഔസ്മാൻ ഡെംബലെ ഫ്രാൻസിന് വേണ്ടി. അങ്ങനെ 6-4 എന്നുള്ള ഭീമൻ സ്കോർ കാർഡാണ് ലോകകപ്പിന്റെ പ്ലേ ഓഫ് 3ാം സ്ഥാനക്കാർക്കായുള്ള പ്ലേ ഓഫിലുണ്ടായത്. ഹാരി കെയ്നിന്റെ ടീമിന് ഒരു മെഡലുമായി തിരികെ പോകാൻ കഴിയുന്നതിന്റെ ഒരു ആവേശം ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെ ഫ്രാൻസ് ദ്വിതീയ ദശാംശ യുഗം അവസാനിക്കുന്നു. ഫ്രാൻസിന് പക്ഷേ മെഡലില്ല, പോഡിയം ഫിനിഷിംഗ് ഇല്ല. എങ്കിൽ പോലും എംബാപ്പെ എന്നുള്ള ആ ഇതിഹാസത്തിന്റെ ചുവടുവെപ്പുകൾ അത് ലോകവേദിയിൽ പ്രകടമായി മിന്നിത്തിളങ്ങിയാണ് എംബാപ്പെ തിരികെ പാരീസിലേക്ക് വിമാനം കയറും. ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ, ഒപ്പം ഫുട്ബോൾ അനലിസ്റ്റ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ജോസഫ്, ഒരു ഗോളിന്റെ ആറാട്ടമായിരുന്നു ലൂസേഴ്സ് ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോരാട്ടം. ഇനിവേ ഫ്രാൻസിന് മെഡലില്ല, ദ്വിതീയ ദശാംശത്തിന് മെഡൽ നേട്ടമില്ലാതെയാണ് ഈ ലോകകപ്പിൽ നിന്ന് മടക്കം. എങ്കിൽ പോലും
ലോകവേദിയിൽ വിസ്മയിപ്പിച്ചു ഫ്രാൻസ് എന്നൊരു തർക്കമില്ല. ഈ അത്രമാത്രം ആവേശമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയ മത്സരത്തിലാണ് അത്രമാത്രം ശ്രദ്ധ കിട്ടിയിട്ടുണ്ടോ ഈ പോരാട്ടത്തിന് എന്ന് പോലും സംശയമാണ്. ആദ്യം നമുക്ക് ലൂസേഴ്സ് ഫൈനലിൽ തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഫൈനലിലേക്ക് എത്താം. തീർച്ചയായിട്ടും ലൂസേഴ്സ് ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല റൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞതിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി എംബാപ്പെ മിക്കവാറും ഗോൾഡൻ ബൂട്ടിന് വേണ്ടി കളിക്കും, കെയ്നും ബെല്ലിംഗാമും കളിക്കാൻ സാധ്യതയില്ല എന്ന്. അതുപോലെ തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗ് ലെവൻ. കൃത്യമായിട്ട് തന്നെ എംബാപ്പയെ വെച്ച് ഫ്രാൻസ് തുടങ്ങിയെങ്കിലും അവരുടെ റൊട്ടേഷൻ ശരിക്കും അവരെ ദുർബലമാക്കി. ഇംഗ്ലണ്ടിന്റെ റൊട്ടേഷൻ അവരെ ശക്തമാക്കി. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ കളി മുഴുവൻ ഇംഗ്ലണ്ടിന്റെ പക്കൽ 4-0 ലീഡുമായിട്ടാണ് ഹാഫ് ടൈമിൽ അവർ കയറുന്നത്. കളി തീർന്നു എന്ന് തോന്നി. അവിടെയാണ് ദ്വിതീയ ദശാംശത്തിന്റെ പരിചയസമ്പന്നത നമ്മൾ അവിടെ കണ്ടത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം 4 മാറ്റങ്ങൾ വരുത്തി. തുഷേൽ പതിവ് പോലെ ഒരു മാറ്റം വരുത്തി. തുഷേലിന്റെ ആ ഒരു മാറ്റം തിരിച്ചടിച്ചു എന്ന് തോന്നിപ്പോയി. കാരണം 66-ാം മിനിറ്റ് ആയപ്പോൾ കളി 4-3 എംബാപ്പെ 2 ഗോൾ അടിച്ച് കളി തിരിച്ചു പിടിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ എല്ലാവരും ചിന്തിച്ചു കാണും ഒരുപക്ഷെ ഇതിനി എംബാപ്പയുടെയും ഫ്രാൻസിന്റെയും ദശാംശിന്റെയും ദിനമാണ് എന്ന്. എന്നാൽ അതിനുശേഷം ഇംഗ്ലണ്ട് ഒരു സേഫ്റ്റി കണ്ടെത്തുകയായിരുന്നു. ബുക്കായോ സാക്കയ്ക്ക് പെനാൽറ്റി കിട്ടിയപ്പോൾ ശരിക്കും പകരക്കാരനെ ബെല്ലിംഗാം ബെഞ്ചിൽ നിന്ന് വന്നിരുന്നു. ആ സമയത്ത് ചിന്തിച്ചു ബെല്ലിംഗാം ആയിരിക്കും ആ പെനാൽറ്റി എടുക്കുക എന്ന്. പക്ഷെ ഹാട്രിക്കിനായി സാക്കയ്ക്ക് അവസരം കൊടുത്തു. സാക്കയ്ക്ക് 2020 യൂറോയുടെ ഓർമ്മകൾ മായ്ക്കാനുള്ള ഒരു വേദിയായി. ഒരു ഹാട്രിക്കോട് കൂടി തന്നെ അദ്ദേഹം ആ വിജയം ഉറപ്പിക്കുകയും അതിനുശേഷം കാവ്യ നീതി എന്ന പോലെ ബെല്ലിംഗാമിന് ഒരു അവസരം കിട്ടുകയാണ് കളി ഉറപ്പിക്കാൻ. ഇതിനിടയിൽ റെക്കോർഡുകൾ സ്വന്തമാക്കി കിലിയൻ എംബാപ്പെ. ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ, 14 ഗോൾ കോൺട്രിബ്യൂഷൻ. 1970 ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം 10 ഗോൾ ഒരു ലോകകപ്പിൽ അടിക്കുന്നത് കിലിയൻ എംബാപ്പെ. അങ്ങനെ ലോകകപ്പിന്റെ ചരിത്രത്തിലെ 1-ാം നമ്പർ ഗോൾ വേട്ടക്കാരനുമായി ലിയോണൽ മെസ്സിയുടെ 21 ഗോൾ എന്ന റെക്കോർഡ് മറികടന്ന് 22 ഗോളായി എംബാപ്പയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ട് മാത്രം തിരിച്ചു പിടിച്ചാൽ പോരാ ഇന്ന് മെസ്സിക്ക്. ഓൾ ടൈം ടോപ്പ് സ്കോറർ പട്ടികയും തിരിച്ചു പിടിക്കണം. രസകരമായിട്ടുള്ള സ്റ്റാറ്റിക്കാണ് അത്. ലയണൽ മെസ്സിക്ക് എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്? ലോക കിരീടം തന്നെ പ്രധാനം. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുമോ എന്ന് പോലും സംശയകരമാണ്. ഓക്കെ, ഇന്നാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഫൈനൽ ഡേ, ലോകകപ്പിന്റെ ഫൈനൽ. അർജന്റീന വേഴ്സസ് സ്പെയിൻ. അതായത് അറ്റ്ലാന്റിക്കിന്റെ തീരങ്ങളിലുള്ള 2 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. എപ്പോഴും വല്ലാത്ത ബന്ധം സൂക്ഷിക്കുന്ന സ്പെയിനിലെ ലാലിഗയിൽ നിർണായക സ്വാധീനമുള്ള അർജന്റീന താരങ്ങൾ, മെസ്സി കളിച്ചു വളർന്ന സ്പെയിൻ, ഒരേ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ, ഒരുപാട് സംസ്കാരത്തിൻ്റെയും ഒരു കുടിയേറ്റത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ വലിയ ചരിത്രമുണ്ട് സ്പെയിനും അർജന്റീനയ്ക്കും. അങ്ങനെ എപ്പോഴും ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ന് ലോകവേദിയിൽ പോരിനിറങ്ങുന്നത്. എന്താണെങ്കിലും ഒരു സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യം ലോക ഫുട്ബോളിൽ, അത് ഒന്ന് യൂറോപ്പിൽ നിന്നും ഒന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമാണെന്നുള്ള വ്യത്യാസം മാത്രം. എങ്കിൽ പോലും ഇന്ന് ലോകവേദിയിൽ പന്തുരുളാൻ പോവുകയാണ് 12:30 ചാമ്പ്യന്മാരെ നിശ്ചയിക്കാൻ. അർജന്റീനയുടെ മനസ്സിൽ അത് തുടർച്ചയായ 2-ാം കിരീടം, സ്പെയിന് 2ാമത്തെ കിരീടം. നേരത്തെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ മെസ്സിക്ക് എന്തൊക്കെ ആലോചിച്ചാലാണ് കളിക്കണം, കളിപ്പിക്കണം, ഗോൾ അടിക്കണം, ഗോൾ അടിപ്പിക്കണം, ഇനി ഗോൾഡൻ ബൂട്ട്, ഓൾ ടൈം ഗോൾ സ്കോറിംഗ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ആലോചനകൾ അർജന്റീനയുടെയും സ്പെയിന്റെയും? ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ആ ഓൾ ടൈം ടോപ്പ് സ്കോറും പറയാനുള്ള ഗോൾഡൻ ബൂട്ടും പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ടീം മുഴുവൻ കളിക്കുന്നത് ലിയോണൽ മെസ്സിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലിയോണൽ മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടെയുള്ള എല്ലാ സഹതാരങ്ങൾക്കും. അദ്ദേഹത്തിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് നേടിക്കൊടുക്കണം. അങ്ങനെ അർജന്റീന കളിക്കുകയാണെങ്കിൽ മറ്റു മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി ചിന്തിക്കുന്നത് എന്താണ്? ലോകകപ്പ് ജയിക്കണം. ഈ ടീമിലെ ഓരോ താരങ്ങൾക്കും ലോകകപ്പ് മെഡൽ ഇടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് മെസ്സി എന്ന അൾട്ടിമേറ്റ് ടീം പ്ലെയർ, ആ ഇതിഹാസ താരം ഇന്ന് ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ സഹതാരങ്ങൾ ആദ്യം ജയിക്കാൻ വേണ്ടി കളിച്ചിട്ട് പിന്നെ മെസ്സിയുടെ ഇൻഡിവിജ്വൽ റെക്കോർഡിന് വേണ്ടി കളിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്, ആ ഒരു പക്ഷമുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകും. മറുവശത്ത് സ്പെയിൻ ആവട്ടെ എത്രയധികം ബഹുമാനത്തോടെ നോക്കുന്ന ഒരു താരമാണ് എതിർനിരയിൽ ഉള്ളതെങ്കിലും, ഇതിഹാസമാണ് എതിർനിരയിൽ ഉള്ളതെങ്കിലും, അദ്ദേഹത്തിനെ അനുകരിക്കുന്നവരാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കളിക്കളത്തിൽ എത്തുമ്പോൾ ഇതെല്ലാം മറക്കും. ബാഴ്സലോണയുടെ എത്ര താരങ്ങളുണ്ടെങ്കിലും ഒന്നും കളിക്കളത്തിലെ ഈ 90 മിനിറ്റോ അല്ലെങ്കിൽ 120 മിനിറ്റിലോ പെനാൽറ്റിയിലോ ഒന്നും ബാധകമാവില്ല. അവർ ജയിക്കാൻ വേണ്ടി, കിരീടം ഉയർത്താൻ വേണ്ടിയാണ് കളിക്കുന്നത്. സ്പെയിനും നല്ല വാശിയോടെ കളിക്കും. പക്ഷെ ഒരു മുൻതൂക്കം, പ്രത്യേകിച്ച് ആ സെമി പെർഫോമൻസിന് ശേഷം ആ മുൻതൂക്കം ഞാൻ നൽകുന്നത് അർജന്റീനയ്ക്ക് തന്നെയാണ്. റൈറ്റ്, ഓക്കെ. ജോസഫ്, ഈ പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ലയണൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട്, ഓൾ ടൈം ലീഡിംഗ് ഗോൾ സ്കോറർ, ഇതൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ഫാക്ടർ പ്ലെയേഴ്സിൽ ഇഞ്ചക്ട് ചെയ്യാൻ സ്കലോണിക്ക് കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ ഊർജ്ജമല്ലേ. ആ അർജന്റീന ടീമെ ഇത്രമാത്രം ഉത്തേജിപ്പിക്കാൻ മറ്റൊന്നും ഉണ്ടാകില്ല. അവർക്ക് ലയണൽ മെസ്സി എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ലയണൽ മെസ്സിക്ക് വേണ്ടി ഒരുമിക്കുന്ന ഒരു സംഘം, അയാളുടെ സ്വപ്ന നേട്ടത്തിലേക്ക്, അയാളുടെ വേറൊരു വീരപരിവേഷം ലഭിക്കുന്ന ഇതിഹാസ തുല്യ പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവരിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുക മെസ്സിയേക്കാൾ. അപ്പോൾ അതൊരു ഫ്യൂവൽ ഫാക്ടറായി, ഒരു ഇഞ്ചക്റ്റിംഗ് ഫാക്ടറായി സ്കലോണിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അർജന്റീനയെ പിടിച്ചു കിട്ടുക പ്രയാസമായിരിക്കില്ലേ? യെസ്, അതിലൊരു ആ പറഞ്ഞതിനൊരു വലിയ വസ്തുതയുണ്ട്, അത് ശരിയാണ് താനും. പക്ഷേ അത് തന്നെയല്ല അതിന്റെ നെഗറ്റീവും. അങ്ങനെ ഒരു ക്ലിയർ ആൻഡ് പ്രൊഡിക്റ്റബിൾ പാറ്റേൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പന്തും മെസ്സിയെ കൊണ്ട് അടുപ്പിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എതിരാളികൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവില്ലേ? അല്ലെങ്കിൽ മെസ്സിക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാവില്ലേ സ്പാനിഷ് തന്ത്രം? ആ സപ്ലൈ കട്ട് ചെയ്താൽ അവർ വിജയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മത്സരത്തിൽ ലീഡ് എടുത്തതിന് ശേഷം ഈ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും സ്കലോണിയും പരിശീലകർക്ക് എല്ലാവർക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലീഡ് എടുത്ത് കളി ഉറപ്പിച്ചതിന് ശേഷം പിന്നെ മെസ്സിയുടെ കാര്യം ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് ആലോചിക്കാം. ആദ്യം ടീം പിന്നെ ഇൻഡിവിജ്വൽ എന്നൊരു മെന്റാലിറ്റി ആവും നല്ലത് എന്ന് തോന്നുന്നു. ഓക്കെ, റൈറ്റ്. ഞാൻ ജോസഫിലേക്ക് മടങ്ങിയത് ഈ സ്കലോണിയെ പറ്റി പറയാൻ വേണ്ടിയാണ്. ഈ അർജന്റീനയും സ്പെയിനും ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ആശാനും ശിഷ്യനും തമ്മിലുള്ള മത്സരം കൂടിയാണ്. അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണിയുടെ അധ്യാപകനാണ് സ്പാനിഷ് പരിശീലകനായ ലൂയിസ് ഡി ലാഫ്യൂണ്ടെ. ഇംഗ്ലണ്ടിനെ അർജന്റീന തോൽപ്പിക്കും മുൻപേ സ്പാനിഷ് പരിശീലകൻ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് ഫൈനലിൽ അർജന്റീനയെ നേരിടാനാണ് ആഗ്രഹമെന്ന്. അതിന്റെ കാരണം തേടി പോകുമ്പോഴാണ് ആശാന്റെ മനസ്സിലിരിപ്പ് വ്യക്തമായത്. എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന എതിരാളിയെന്ന ആലോചനയായിരുന്നില്ല അതെന്ന് വ്യക്തം. ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും വന്ന അഭിപ്രായ പ്രകടനമാണ്. 2017 സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷന്റെ അക്കാദമിയിൽ പരിശീലകർക്കായി ഒരു കോച്ചിംഗ് സെഷൻ. അന്ന് സ്കലോണി അവിടെ പഠിക്കാനെത്തിയപ്പോൾ അധ്യാപകനായിരുന്നു ലൂയിസ് ഡി ലാഫ്യൂണ്ടെ. കളി അവസാനിപ്പിച്ച് 2 വർഷം പിന്നിടുമ്പോഴായിരുന്നു സ്കലോണി പരിശീലകരുടെ കോച്ചിംഗ് ക്യാമ്പിൽ ചേർന്നത്. സ്പെയിനിന്റെ യൂത്ത് ടീമിന്റെ ചുമതലക്കാരനായിരുന്ന ഫ്യൂണ്ടെയാണ് സ്കലോണി ഉൾപ്പെടെ യുവ പരിശീലകർക്ക് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. അന്ന് ലാ റൊസാസിൽ പഠിച്ചെടുത്ത പാഠങ്ങൾ ഇന്ന് ഒന്നൊന്നായി പയറ്റുകയാണ് സ്കലോണി. 2024 കോപ്പ അമേരിക്കയ്ക്കിടെ അക്കാദമി കാലഘട്ടത്തെക്കുറിച്ചും ഡി ലാഫ്യൂണ്ടെയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സ്കലോണി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഫോണിലൂടെ സംസാരിക്കാറുണ്ട് എന്നാണ് സ്കലോണി വെളിപ്പെടുത്തിയത്. സ്കലോണിയെ മാസ്റ്റർ എന്നാണ് ഡി ലാഫ്യൂണ്ടെ ഇടയ്ക്ക് വിശേഷിപ്പിച്ചത്. ഒരു മുൻ വിദ്യാർത്ഥിക്ക് അധ്യാപകനിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിശേഷണം. സ്പെയിനിൽ നിന്ന് വിദഗ്ധ പരിശീലനം തേടിയെന്നത് മാത്രമല്ല സ്കലോണിയുടെ സ്പാനിഷ് ബന്ധം. സ്കലോണിയുടെ ഭാര്യ സ്പാനിഷ് വംശജയാണ്. അവരുടെ മക്കൾ ജനിച്ചതും വളരുന്നതും സ്പെയിനിലാണ്. മാത്രമല്ല ഡെപ്പോർട്ടീവോ ലാ കറുന, റേസിംഗ് സ്റ്റാൻഡാർഡർ മയോർക്ക എന്നീ സ്പാനിഷ് ക്ലബ്ബുകൾക്കായി വർഷങ്ങളോളം കളിക്കുകയും ചെയ്തു. അങ്ങനെ ആശാനും ശിഷ്യനും മുഖാമുഖം എത്തുകയാണ്. ലോകകപ്പ് നേടി ഇതിനോടകം മാസ്റ്ററാണെന്ന് തെളിയിച്ച ശിഷ്യന് മുന്നിൽ ആശാന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. രണ്ട് പരിശീലകരുടെ പോരാട്ട വേദി കൂടിയാണ് അത്. ജോസഫ്, ഈ ലയണൽ സ്കലോണി രണ്ടുപേരുടെയും ശൈലികൾ അത് വ്യത്യസ്തമാണ് എങ്കിൽ പോലും ഒരു ശിഷ്യനെ മാസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ഒരു അധ്യാപകനാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ശിഷ്യനെ ആള് കില്ലാടിയാണെന്നുള്ളത്. അത് തെളിയിക്കുകയും ചെയ്തു ലോകവേദിയിൽ. ഈ രണ്ട് പരിശീലകരുടെ തന്ത്രങ്ങൾ എത്തരത്തിലായിരിക്കും? ഇപ്പോൾ ലയണൽ സ്കലോണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർജന്റീനയുടെ ശൈലി എന്ന് പറഞ്ഞാൽ മെസ്സിയാണ് അർജന്റീനയുടെ ശൈലി. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ഫൈനൽ വേദിയിൽ കളത്തിൽ ഈ രണ്ട് കോച്ചസിന്റെ, രണ്ട് പരിശീലകരുടെ സ്പെഷ്യാലിറ്റി, ഒരു സൂപ്പർ ഒരു എക്സ്ഫാക്ടർ ആയിട്ട് അവർ മാറാനുള്ള സാധ്യതയുണ്ട്? രണ്ട് പരിശീലകരുടെ നമുക്ക് എടുത്തു പറയണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം സ്കലോണിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗുരുശിഷ്യ ബന്ധമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും ക്ലബ് ഫുട്ബോളിൽ എത്രമാത്രം നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരല്ല. പക്ഷെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വന്ന് സക്സീഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ക്ലബ് ഫുട്ബോളിലെ പരിശീലന തന്ത്രവും ഇന്റർനാഷണൽ ഫുട്ബോളിലെ പരിശീലക തന്ത്രവും എല്ലാം വ്യത്യസ്തമാണെന്നും സമയം കുറച്ചാണ് കിട്ടുന്നതെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. അവിടെയാണ് സ്കലോണിയുടെ അൺപ്രഡിക്റ്റബിലിറ്റി ഒരുപക്ഷെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഡി ലാഫ്യൂവിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരിക്കും എന്നുള്ള ആ ഒരു ഹൈബ്രിഡ് മോഡലാണ്. പൊസഷൻ, ട്രാൻസിഷൻ, അറ്റാക്ക്, ഇതെല്ലാം ഉണ്ട്. പ്രതിരോധം ശക്തമാണ്, അതൊക്കെ ശരിവെക്കുന്നു. പക്ഷേ അതിലൊരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. ആകെ നമുക്കൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഇന്ന് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ പറയാൻ പറ്റുന്നത്
ഫാബിയൻ റൂയിസ് കളിക്കുമോ, പെഡ്രി മിഡ്ഫീൽഡിൽ കളിക്കുമോ, അല്ലെങ്കിൽ നിക്കോ വില്യംസ് ആവുമോ അലക്സ് ബയനയുടെ സ്ഥലത്ത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ, അതായത് മാൻ ഫോർ മാൻ ചേഞ്ചുകൾ മാത്രമേ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. സിസ്റ്റത്തിൽ വലിയ കാര്യമായ മാറ്റങ്ങൾ സ്പെയിനിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മറുവശത്ത് അർജന്റീന നോക്കുക, സെമി പോലെ ഒരു നിർണായകമായ നോക്കൌട്ട് മത്സരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന റോഡ്രിഗോ ഡി പോളിനെ ബെഞ്ച് ചെയ്തിട്ടാണ് സിമിയോണെ വിട്ടതിന് ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇടിച്ച് കളിക്കുക, കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ്. സിമിയോണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആയിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഈ അർജന്റീന ടീമിന്. ഒത്തിരി അധികം താരങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പാനിഷ് ബന്ധവും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും അർജന്റീനയുടെ ലൈനപ്പിൽ. പക്ഷെ ഇന്ന് മിഡ്ഫീൽഡിലെ സ്പെയിനിന്റെ കളി അനുവദിക്കാതിരിക്കണമെങ്കിൽ സ്കലോണി എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒരുക്കി വയ്ക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു വൈൽഡ് പ്രൊഡിക്ഷൻ ആണ്. വേറെ ആരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് പോലും സാധ്യതയില്ല. അങ്ങനെ നടക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷെ അർജന്റീന തുടക്കത്തിലെ ആക്രമിക്കാനും ലീഡ് എടുക്കാനും ഒരു സാധ്യത ഇന്ന് ഞാൻ കാണുന്നു. അതായത് ഇന്ന് അർജന്റീന കഴിഞ്ഞ മത്സരങ്ങളിൽ കാണിച്ച അതിഭീകര കംബാക്കുകൾ അത് മറന്നേ പറ്റൂ. ആദ്യം തന്നെ ഗോൾ സ്കോർ ചെയ്യണം. ഇത് ഫൈനലാണ്. ലീഡ് എടുത്തില്ലെങ്കിൽ ഈ സ്പെയിനെതിരെ അല്പം ബുദ്ധിമുട്ടാകും കാര്യങ്ങൾ എന്ന് തന്നെ പറയണം. അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം സ്പെയിൻ ലീഡ് എടുത്തു കഴിഞ്ഞാൽ അവര് ഭംഗിയായി പൊസഷൻ നിലനിർത്തും, ട്രാൻസിഷൻസ് ഉണ്ടാകും, കൗണ്ടർ അറ്റാക്കിൽ അവരുടെ ത്രെട്ട് നിലനിൽക്കും. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ അർജന്റീനയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇംഗ്ലണ്ട് ലീഡ് എടുത്തിട്ട് സിറ്റ് ബാക്ക് ചെയ്ത പോലെ ആവില്ല സ്പെയിനിന്റെ കാര്യങ്ങൾ. പൊസിഷൻ പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്യുന്ന ഒരു ടീമാണ് സ്പെയിൻ. ഏറ്റവും വേഗതയിൽ ബോൾ റിക്കവർ ചെയ്യുന്ന ടീമാണ് സ്പെയിൻ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവരിൽ നിന്ന് പന്ത് എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് തുടക്കത്തിലെ കളിയുടെ കടിഞ്ഞാണ് അവരുടെ പക്കലാക്കണം. അതിന് മിഡ്ഫീൽഡ് ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു ലൈനപ്പിനെയാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ആവും കാര്യങ്ങൾ എന്നാണ് ഒരു ഊഹ. ഇനി സ്കലോണിയാണ്, അദ്ദേഹം ഇനി എന്താണ് കണ്ടെത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ആണോ ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ മിഡ്ഫീൽഡ് ഡൊമിനേറ്റ് ചെയ്യണം. ഈ മത്സരത്തിൽ ഒരു നിയന്ത്രണം കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് സ്പെയിനെ പരാജയപ്പെടുത്തണമെങ്കിൽ സ്പെയിനെ ഡൊമിനേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൂടാ. ഓക്കെ, ഈ മിഡ്ഫീൽഡിന്റെ കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സ്പെയിനെ സംബന്ധിച്ച് അവിടെ റോദ്രി നയിക്കുന്ന ഒരു മിഡ്ഫീൽഡ്, മറുവശത്ത് അവിടെ പാരഡൈസിനാണ് ആ ചുമതല. അപ്പോൾ ഈ ലയണൽ മെസ്സി എങ്ങനെയാണ് കൂടുതലും പിന്നിലേക്ക് ഇറങ്ങി നിർത്തിയുള്ള പദ്ധതിയുമായി തന്നെ നിൽക്കുമോ ലയണൽ സ്കലോണി? ഇന്നത്തെ ദിവസം ലിയോണൽ മെസ്സി പിന്നിലേക്ക് ഇറങ്ങി വന്നാലും അദ്ദേഹത്തിന് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. അദ്ദേഹത്തിന് പിന്നിലേക്ക് ഇറങ്ങി വരുന്നതും അദ്ദേഹത്തിന് സപ്ലൈ കട്ട് ചെയ്യാൻ എളുപ്പമാകുന്ന ഒരു പക്ഷക്കാരനാണ്. അല്ലെങ്കിൽ അത്രയധികം ഡീപ്പായിട്ട് പോകണം. പക്ഷെ അവിടെ ഡ്രിബിൾ ചെയ്യാനുള്ള സ്പേസ് അപ്പോൾ കിട്ടണം. എന്നാൽ മെസ്സിക്ക് അതിന് സ്പേസ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം വളരെ കൃത്യമായി, മെസ്സിക്ക് പന്ത് കിട്ടിയാലല്ലേ അപകടം ഉണ്ടാക്കാൻ പറ്റൂ എന്നാവും സ്പാനിഷ് തിങ്ക് ടാങ്ക് മുഴുവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മെസ്സി എന്തുമാത്രം ഡീപ്പായി വരും. മുമ്പിൽ തന്നെ പന്ത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അർജന്റീനയുടെ മൊമെന്റം ഒന്ന് പതിയെ പോകും. അവർ പലപ്പോഴും കളിയിൽ നിന്ന് ഔട്ടായ പോലെ തോന്നാറുണ്ട്. കാരണം മെസ്സി അങ്ങനെ പിന്നിലേക്ക് ഇറങ്ങി, പുള്ളി നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കളിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെ കളി നിരീക്ഷിക്കുന്ന വേറൊരാൾ കളിക്കളത്തിലില്ല. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ വിടവുകൾ മനസ്സിലാക്കി സാധാരണ ഇൻസ്ട്രക്ഷൻ ഒക്കെ നൽകുകയൊക്കെ ചെയ്യും. പക്ഷെ അത് സംഭവിക്കാതിരിക്കുന്നതാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം അവർക്ക് മിഡ്ഫീൽഡിൽ ബോൾ വിന്നേഴ്സ് ആയിട്ടുള്ള മെക്കാലിസ്റ്ററും എൻസോയും പരേഡസും ഒക്കെ പന്ത് വീണ്ടെടുത്ത് മെസ്സിക്ക് നൽകുന്നതാവും കൂടെ പെട്ടെന്ന് സ്പെയിനിന്റെ ആ ഒരു ഭദ്രമായ പ്രതിരോധത്തെ തുറക്കാൻ സഹായിക്കുക. റൈറ്റ്, താങ്ക് യു ജോസഫ് ജോർജ്. അതാണെങ്കിലും ജോസഫ് പറഞ്ഞതുപോലെ ഈ മത്സരത്തിൽ മെസ്സിക്ക് എത്രത്തോളം സപ്ലൈ കിട്ടുന്നു എന്നുള്ളതാണ് നിർണായകമാകാൻ പോകുന്നത്. മാത്രമല്ല ഗോൾ സ്കോർ ചെയ്യണം. ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മെസ്സി മത്സരം റീഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ സ്പാനിഷ് ഭാഷയിലാണ് ഇവർ സംസാരിക്കുക. അപ്പോൾ രണ്ട് ടീമിനും ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല ഈ ലോകകപ്പ് വേദിയിൽ, ഇന്നത്തെ ഫൈനൽ വേദിയിൽ എന്നുള്ളതാണ്. ഇനി ലോകകപ്പിൽ ആദ്യമായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള മുൻകാല പ്രകടനങ്ങളുണ്ട്. 14 മത്സരങ്ങൾ അവർ നേരിട്ടതിൽ 6 തവണയാണ് രണ്ട് ടീമും വിജയിച്ചത്. ഇത് 15ാം തവണയാണ് അർജന്റീനയും സ്പെയിനും പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത്. ലോകകപ്പിലെ രണ്ടാമത്തെ അംഗവും. ഇതിനു മുൻപ് ഇരുവരും ലോകകപ്പിൽ ഏറ്റുമുട്ടിയത് 60 കൊല്ലം മുൻപ്, അതായത് 1966. അന്ന് നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ വിശ്വവേദിയിൽ കൊമ്പുകോർക്കുകയാണ്. ഇരുവരും 13 തവണയാണ് സൗഹൃദ മത്സരം കളിച്ചത്. അതിൽ 6 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ 5 തവണ വിജയം അർജന്റീനയ്ക്കൊപ്പം. 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു.
ഒടുവിൽ ഏറ്റുമുട്ടിയത് 2018-ലാണ്. റഷ്യൻ ലോകകപ്പിന് മുൻപുള്ള സൗഹൃദ മത്സരമായിരുന്നു അത്. അന്ന് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തുവിട്ടത്. ഇതുവരെയുള്ള ആകെ കണക്കുകൾ എടുത്താൽ ഇരുവർക്കും 6 വീതം ജയങ്ങളുണ്ട്. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിലാണ് അർജന്റീന ഇറങ്ങുന്നത്. മറുവശത്ത് സ്പെയിനാകട്ടെ തങ്ങളുടെ 2ാമത്തെ ലോകകപ്പ് ഫൈനലിലും. തുല്യശക്തികൾ കലാശപ്പോരിനിറങ്ങുമ്പോൾ ജയം ആരെ തുണയ്ക്കുമെന്ന് പ്രവചിക്കുക പ്രയാസം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും സ്പെയിൻ കടുത്ത വെല്ലുവിളിയാകും ഉയർത്തുക എന്ന് പറയുന്നു മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള യു ഷറഫ് അലി. അർജന്റീന ഗംഭീര കളിയാണ് കാഴ്ചവെക്കുന്നതെങ്കിലും ഗോൾ വഴങ്ങുന്നത് കൂടുതലാണ്. മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ ഇക്കാര്യത്തിൽ അർജന്റീനയേക്കാൾ മുൻപിലാണ്, പിശുക്കരാണ് ഗോൾ വഴങ്ങുന്നതിൽ. അർജന്റീന ഗോൾ പ്രതിരോധിക്കുന്നത് മത്സരഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ് എന്നും ഷറഫ് അലി പറയുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിന് വിസിൽ മുഴങ്ങാൻ ഇനി കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. ലോകമെമ്പാടും ആകാംക്ഷയിലാണ് ഇത്തവണ അർജന്റീന നിലനിർത്തുമ്പോൾ സ്പെയിൻ ആ കിരീടം തിരിച്ചു പിടിക്കുക എന്നുള്ളതൊക്കെ. നമ്മളിപ്പം മുൻ ഇന്ത്യൻ ഫുട്ബോളർ യു ഷറഫ് അലിയാണ് ചേരുന്നത്. അർജന്റീനയുടെ ഫാൻ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലായതാണ്. അതുവരെ ബ്രസീലിൻ്റെ ആളായിരുന്നു. ബ്രസീൽ പോയതിന് ശേഷമാണ് അർജന്റീനയുടെ ആളായത്. അത് അർജന്റീനയുടെ കളി കണ്ടിട്ടായതാണ്. കഴിഞ്ഞ മത്സരങ്ങളെടുത്ത് നോക്കൗട്ട് റൗണ്ടിലെ മത്സരങ്ങളെടുത്ത് നോക്കുമ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും അർജന്റീന ഫാൻ ആവാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള തിരിച്ചുവരവാണ് അവർ ഓരോ മത്സരത്തിലും വന്നിട്ടുള്ളത്. പിന്നിൽ നിൽക്കുമ്പോൾ പോലും ആ ടീമിൻ്റെ കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി കളിക്കാൻ കഴിയുക. അവസാന നിമിഷങ്ങളിൽ തിരിച്ച് ഒരു ഗോള് 2 ഗോളിന് പിന്നിട്ട് നിന്നിട്ടും തിരിച്ചു വന്നതിന് അത് വേൾഡ് കപ്പ് പോലെയുള്ള ഒരു മത്സരങ്ങളിൽ ആ തിരിച്ചുവരവ് അപാരം തന്നെയാണ്. അതുകൊണ്ട് അർജന്റീനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു. ഫൈനൽ മത്സരത്തിൽ മുൻതൂക്കം അർജന്റീനയ്ക്ക് എന്ന് പറയാൻ ഒരു പ്രയാസമുണ്ട്. കാരണം സ്പെയിനിൻ്റെ കളി നമ്മൾ കണ്ടത്, ഫ്രാൻസ് വീട്ടിലെ കളി കണ്ടത്. ഒരുപക്ഷെ ഫ്രാൻസ് തുടക്കത്തിൽ ഫ്രാൻസിൻ്റെ ചില മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും കൂടി ഒരു ഗോള് ലീഡെടുത്തതിന് ശേഷം സ്പെയിൻ കളം നിറഞ്ഞ് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതുവരെ സ്പെയിനിൻ്റെ ഭാഗത്തുനിന്ന് കാണാത്ത ഒരു കളി. ഓരോരുത്തരും ഫ്രാൻസിനെ നേരിട വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള കളി. അത് തന്നെയാണ് ആ മത്സരത്തിൽ കണ്ടത്. എംബാപ്പയെ പോലെയുള്ള ആൾക്കാരൊന്നും ഗ്രൗണ്ടിൽ നിലം പരിശാക്കി അനങ്ങാൻ പറ്റില്ല എന്നുള്ള. എംബാപ്പയിൽ നിന്ന് ഒരു ഗോള് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ സ്കോർ 2-1 വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 2-0 നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് സ്പെയിൻ്റെ വലിയ നേട്ടം തന്നെ. അപ്പോൾ അർജന്റീനയുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുള്ളത് മിക്ക കളികൾക്കും ഗോൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത്. സ്പെയിനെ വെച്ച് നോക്കുമ്പം വളരെ കുറച്ച് ഗോളുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാണ്. ഇങ്ങനത്തെ 2 ടീമുകൾ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും തന്ത്രങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും. സ്കോറിങ് നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ ഗോള് വാങ്ങുന്ന ടീം എന്നുള്ളതൊക്കെ അർജന്റീന കുറച്ച് പിന്നൊക്കെ പോകുമെന്നൊരു സംശയമുണ്ട്. പ്രശ്നം. പക്ഷേ അർജന്റീനയുടെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത് അവരുടെ തന്ത്രങ്ങൾ, എതിർ ടീമിനനുസരിച്ച് തന്ത്രങ്ങൾ പയറ്റാനുള്ളൊരു കഴിവ്. പ്രത്യേകിച്ചും കോച്ചിനെ നമുക്ക് സ്കലോണിയുടെ തന്ത്രങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അർജന്റീന. ഗ്രൗണ്ടിൽ നിന്ന് കയറിപ്പോകുന്ന ആളുടെ വേറെ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള അത് എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിൽ ഒരു ടീമിനും നമുക്ക് കാണാൻ കഴിയും. അത്ര റിസർവ് ബെഞ്ച്, അത്ര സ്ട്രോങ്. ഇപ്പോൾ കളികളിലൊക്കെ കണ്ടിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ഒരു ഇരട്ടി വീര്യത്തോടു കൂടി കളിക്കുകയും ഗോളടിക്കുകയും പിന്നിൽ നിന്ന് മുന്നോട്ട് കുതിക്കുന്നൊരു കാഴ്ച. അത് അർജന്റീനക്ക് മാത്രമേ നമ്മൾ കണ്ടു. അതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് സംശയിച്ചാൽ തെറ്റില്ല. അപ്പം ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഗോളടിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിനെ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. അർജന്റീന മാത്രമേ കണ്ടിരിക്കുക. നമ്മൾ പണ്ട് നാടന്മാർ പറയും തേനീച്ച കൊണ്ട് കല്ലെറിഞ്ഞ മാതിരി പറയും. ഇംഗ്ലണ്ട് വെള്ളം കുടിക്കാൻ പോലും സമയം കൊടുത്തിട്ടില്ല. അവസാനമായപ്പോഴേക്കും ഇംഗ്ലണ്ട് ഗ്രൗണ്ടിലാണ്. സെക്കൻഡ് ഹാഫ് തുടക്കം തൊട്ട് ഗോൾ പഠിക്കും എന്ന് എപ്പോൾ വീഴും നോക്കിയിരിക്കുകയാണ്. 2-3 സേവുകൾ ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പർ ചെയ്തുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. ഏതായാലും അർജന്റീനയും സ്പെയിനും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരിക്കും. ക്ലാസിക മത്സരമായിരിക്കും. ഈ ഒരു കേളി ശൈലികൾ രണ്ടും വിലയിരുത്തുമ്പോൾ സ്പെയിനിൻ്റെ ഒരു ടിക്കറ്റാക്കാൻ ചെറിയ പാസുകൾ വളരെ വേഗത്തിൽ പോകുന്നു. പക്ഷേ അർജന്റീന ഇപ്പോൾ അങ്ങനത്തെ ഒരു ശൈലിയല്ലോ പിന്തുടരുന്നത്. ഇതെങ്ങനെയാണ് ഫൈനലിൽ എങ്ങനെയാണ്? അർജന്റീനയും ബോൾ നന്നായി ഷഫർ ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. ഗോൾ മൗത്തിലേക്ക് തുളച്ച് കയറാൻ പറ്റുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ തന്നെ അർജന്റീന കണ്ടിട്ടുണ്ട്.
ഇപ്പോൾ സ്പെയിന് പലപ്പോഴും ഗോൾ പോത്തിൽ പോയിട്ട് തിരിച്ച് അതേപോലെ പാസ് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അർജൻറ്റീന കണ്ടിട്ട് പ്രത്യേകത കുറച്ചുകൂടി എഫക്റ്റീവാണ്. അങ്ങനെ പാസ് ചെയ്ത് ഷഫിൽ ചെയ്ത് പോയിട്ട് ആ അറ്റാക്കുകൾ അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്, ഫിനിഷ് ആവുക. എല്ലാ അറ്റാക്കുകളും ഫിനിഷ് ആകുമ്പോൾ ഗോളായിക്കൊള്ളുന്നില്ല. പക്ഷേ ഫിനിഷ് ആവുക പറഞ്ഞത് റിക്കവറിക്ക് സമയം കിട്ടും. അറ്റാക്കുകൾ ഫിനിഷ് ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ പറഞ്ഞാൽ ബാക്കി പ്ലെയേഴ്സിന് സ്വന്തം ഹാഫിലേക്ക് വന്ന് റിക്കവറി നടത്താനും പൊസിഷൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടും. നേരെ മറിച്ച് അവിടെ മിസ്സാവുന്ന അറ്റാക്ക് എന്ന് പറയുമ്പോൾ കൗണ്ടർ അറ്റാക്ക് വളരെ ഫാസ്റ്റ്. അങ്ങനെ മിസ്സായി വരുമ്പോൾ ഒക്കെ ഒരു ഗോള് കൺസീവ് ചെയ്തിട്ടുണ്ട് അർജൻറ്റീന. അത് അവരുടെ പ്രശ്നം. എനിക്ക് തോന്നുന്നത് കളിയിൽ കുറച്ചും കൂടെ സ്പെയിനിന് മുൻതൂക്കമുണ്ട് എന്ന് എനിക്ക് തോന്നി. രണ്ട് ലോകോത്തര താരങ്ങളാണ് യമാലും അതേപോലെ തന്നെ മെസ്സിയെ പറ്റി നമ്മളൊന്നും പറയേണ്ടതില്ല. ഗോൾ അടിക്കാൻ മാത്രമല്ല അടിപ്പിക്കാനും മെസ്സിക്ക് ഒരു കഴിവ് തന്നെയുണ്ട്. അവസാനത്തെ ഒരുപക്ഷെ ഇന്റർനാഷണൽ മത്സരം ആയിരിക്കാം എന്നൊക്കെയാണ് ആരാധകർ കരുതുന്നത്. ഈ രണ്ട് താരങ്ങളുടെയും മത്സരം എങ്ങനെയായിരിക്കും? മെസ്സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമാനുഷിക കഴിവ് തന്നെ പറഞ്ഞിരിക്കും. അദ്ദേഹം ഗോൾ അടിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വന്തം കളിക്കാരെ ഗോൾ അടിപ്പിക്കാൻ കാണിക്കുന്ന മിടുക്കും. പകരം വെക്കാനാളില്ല, ലോക ഫുട്ബോളിൽ പകരം വെക്കാനാളില്ലാതെ വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിന് കഴിവ്. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും മറ്റാളുമായിട്ട്. ഇപ്പോൾ ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവിയിലൊരു മെസ്സിയായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 19 വയസ്സ് ഒന്നാമത്തെ വേൾഡ് കപ്പ് ഗോളടിക്കാൻ അവസരം കിട്ടി. പരിക്കൊന്നും പറ്റാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൽ മറ്റൊരു മെസ്സിനെ കാണാൻ പറ്റുന്ന എനിക്ക് ഈ കളിയുടെ ആദ്യ ഘട്ടത്തിൽ ഗോൾ വഴങ്ങാതെ അവസാനം അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് അർജന്റീന പോകുന്നൊരു ശൈലി പിന്തുടരുമോ, അതോ ആദ്യം തന്നെ ഗോൾ അടിക്കാനായിരിക്കുമോ? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സാധ്യത? എനിക്ക് തോന്നുന്നത് മാർട്ടിനസ് തന്ത്രങ്ങൾ മെനയുന്നതിൽ വളരെ മിടുക്കനാണ്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ കളികളിലും ഗോൾ കൺസീവ് ചെയ്തു എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഡിഫൻസ് നില ഒന്നും കൂടെ ശക്തമാക്കിയിട്ട് ഗോൾ വാങ്ങാതിരിക്കാനുള്ള തന്ത്രം ഉണ്ടാവും എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് സ്പെയിനിൻ്റെ എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗോളുകൾ വാങ്ങുന്നത് സ്പെയിനിനെ പോലെ ഒരു ടീമിൻ്റെ അടുത്ത് ഒരുപക്ഷെ നമ്മൾ കണ്ട ഇംഗ്ലണ്ടിനോട് വാങ്ങിയ പോലെയോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡോ ഈജിപ്തിനോടോ വാങ്ങിയ പോലെ ആയിക്കൊള്ളുന്നില്ല. സ്പെയിനിൻ്റെ അടുത്ത് ലീഡ് കിട്ടി. സ്പെയിൻ ലീഡ് കിട്ടിയാൽ എങ്ങനെ കളിക്കുക എന്നുള്ളത് ഫ്രാൻസിൻ്റെ മത്സരം നമുക്ക് കാണിച്ചു തന്നാണ്. ഫ്രാൻസും സ്പെയിനുള്ള കളി, സ്പെയിന് ലീഡ് കിട്ടിയാൽ എങ്ങനെയാണ് സ്പെയിന് കളിക്കുക എന്നുള്ളത് ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തന്ത്രം തന്നെ അർജന്റീന ഭാഗത്തുനിന്നുണ്ടാവും തന്നെ. അർജന്റീന ഗോൾ വഴങ്ങാതിരിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അർജന്റീന ഗോൾ വഴങ്ങാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ മറ്റു ടീമുകളോട് വഴങ്ങിയ പോലെ ആവില്ല എന്ന് നമ്മളെക്കാളൊക്കെ നന്നായിട്ട് വിലയിരുത്താൻ കഴിയുന്ന ആൾക്കാർ ആ ടീമിൻ്റെ കൂടെയുള്ളത്. അല്ലെങ്കിൽ അർജന്റീനയ്ക്കൊരു മനസ്സ് വെച്ച് സ്പെയിൻ യാഥാർത്ഥ്യങ്ങളിൽ ജയിക്കുന്നു പറയും അല്ലേ? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഇതുവരെയുള്ള മത്സരങ്ങൾ വിലയിരുത്തിയിട്ട് നമ്മൾക്ക് ആഗ്രഹങ്ങൾ പലതുണ്ട്. മെസ്സി ഒന്നും കൂടെ കപ്പടിച്ചോട്ടെ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളത് നിഷ്പക്ഷമായിട്ട് ഇത് വിലയിരുത്തുമ്പോൾ ഒരു മേൽക്കൈ സ്പെയിനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. CB അനുമോദ്, ന്യൂസ് 18. റൈറ്റ്, ഷറഫ് അലി സൂചിപ്പിച്ച പോലെ ഈ മത്സരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. തുടക്കം അർജന്റീനയ്ക്ക് എത്രമാത്രം വേഗത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ സ്പെയിനിനെ സംബന്ധിച്ച് അവരുടെ പൊസിഷൻ ഫുട്ബോൾ, അതിൽ ട്രാൻസ്ലേഷനുണ്ട്, അറ്റാക്കുണ്ട്, ഒപ്പം അവരുടെ ഡിഫൻസും ഗംഭീരമാണ്. അപ്പോൾ ആ ടീമിനെതിരെ വേറൊരു പ്ലാൻ തന്നെ കൊണ്ടുവരേണ്ടി വരും ലയണൽ സ്കലോണിക്ക് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ലോകവേദിയിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഫൈനലിൽ കലാശപ്പോരിനായി ലമീൻ യമാൽ ഒപ്പം ലയണൽ മെസ്സി, രണ്ട് ഫുട്ബോൾ ഇതിഹാസങ്ങൾ അവർ ഏറ്റുമുട്ടുന്നു. ലോക ഫൈനലിന്റെ വേദിയായ ന്യൂജേഴ്സിയിലെ ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയം മെസ്സി ആരാധകർക്ക് മറക്കാൻ കഴിയില്ല. 2016 കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അന്ന് അർജന്റീന തോൽവി നേരിട്ടപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഈ വേദിയിലാണ് മെസ്സി. അതേ വേദിയിൽ ലയണൽ മെസ്സി കിരീടമുയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സി. ലോക ഫൈനൽ അരങ്ങേറുന്ന ഈ സ്റ്റേഡിയം ഓരോ അർജന്റീനക്കാരനും വേദനിക്കുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. 10 കൊല്ലം മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ കോപ്പ അമേരിക്ക ഫൈനലിലാണ് അർജന്റീന ചിലെയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽക്കുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ കോപ്പ അമേരിക്ക ഫൈനലായിരുന്നു അന്ന് അർജന്റീനയ്ക്ക്.
എന്നാൽ കിരീടമോഹം തകർന്നടിഞ്ഞു മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ. അന്നത്തെ തോൽവിക്ക് ശേഷം ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ലയണൽ മെസ്സി ആ പ്രഖ്യാപനം നടത്തി: രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നുവെന്ന്. തോൽവിയുടെ ഭാരം താങ്ങാനാവാതെയായിരുന്നു പെട്ടെന്നൊരു വിരമിക്കൽ പ്രഖ്യാപനം. പിന്നീട് ലോകം കണ്ടത് ചരിത്രം. കളത്തിലേക്ക് മടങ്ങിയെത്തിയത് വെറുതെയല്ല എന്ന് ആവർത്തിച്ചു തെളിയിച്ച നാളുകൾ. ഖത്തറിലെ വിശ്വവേദിയിൽ ഒടുവിൽ അയാൾ ലോക ചാമ്പ്യനുമായി. 2016 തുടർച്ചയായ 2ാം കോപ്പ അമേരിക്ക ഫൈനലിലാണ് അർജന്റീന ന്യൂജേഴ്സിയിൽ ഇറങ്ങിയതെങ്കിൽ ഇന്ന് തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലാണ് മെറ്റ്ലൈഫിൽ കളിക്കാൻ പോകുന്നത്. ഇവിടെയാണ് അർജന്റീന അവസാനമായി ഒരു ഫൈനൽ പോരാട്ടം തോൽക്കുന്നതും. അതേ സ്റ്റേഡിയത്തിൽ അവസാന ലോകകപ്പ് കളിക്കാൻ മെസ്സി എത്തുകയാണ്. കൈവഴുതി പോയതെല്ലാം എത്തിപ്പിടിച്ചാണ് ശീലം. മെസ്സിയുടെ വിയർപ്പും കണ്ണീരും വീണ പുൽമൈതാനത്ത് ലോക ഫുട്ബോളിന്റെ അമീർ ഒരിക്കൽ കൂടി ആ ലോകകപ്പിൽ മുത്തമിടുമോ? കാലത്തിനുണ്ടല്ലോ ഒരു കാവ്യനീതി. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ഫൈനൽ കാണുന്നതിന് വലിയ സജ്ജീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുങ്ങുന്നത്. കൊച്ചിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. മറൈൻ ഡ്രൈവിൽ ക്ലാസിക് ഇംപീരിയൽ എന്ന ഒരു ആഡംബര നൗകയിൽ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി സൗജന്യ സ്ക്രീനിംഗ് ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 100 പേർക്കായിരിക്കും പ്രവേശനം. ലോകകപ്പ് ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങൾ എമ്പാടും ചെയ്യുന്നുണ്ട്. അത് പല ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ, അങ്ങനെ മറ്റു പല സംഘടനകളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലെല്ലാം നമുക്ക് വഴിവക്കിലടക്കം ചെറിയ സ്ക്രീനുകൾ, വലിയ സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ മൾട്ടിപ്ലക്സുകൾ, അങ്ങനെയെല്ലാം കാണാം. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയൊരു കാഴ്ചയുടെ അനുഭവം സമ്മാനിക്കുകയാണ് കൊച്ചിയിൽ. നമ്മളിത് നോക്കുന്നു, കൊച്ചിയുടെ തീരത്ത് അറബിക്കടലിന്റെ മനോഹാരിത, ഈ കാര്യങ്ങളുമെല്ലാം തന്നെ സമ്മേളിക്കുന്ന ഒരു ഇടത്ത് അവിടെ അതിനു വേണ്ടിയുള്ളൊരു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ഇവിടെയുള്ള വലിയ ആഡംബര നൗകയായ ക്ലാസിക് ഇംപീരിയലിലാണ്. ക്ലാസിക് ഇംപീരിയൽ ഇതിനു മുൻപും നമ്മൾ വാർത്തകളിലെല്ലാം ഇടം നേടിയിട്ടുള്ളതാണ്. ആ ക്ലാസിക് ഇംപീരിയലില് വിപുലമായ രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങൾ ആരാധകർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഇതൊരു ഒരു പുതിയ ഒരു സ്റ്റേഡിയത്തിലെല്ലാം തന്നെ ഇരുന്ന് കാണുന്ന അതേ ഒരു ഫീലിംഗ് എല്ലാം തന്നെ നൽകുന്ന വലിയ സ്ക്രീനോടുകൂടിയ ഒരു അനുഭവമാണ് നൽകുന്നത്. ഇതിലേക്ക് വരുമ്പോൾ കാണുക, ഇതിന്റെ അകത്ത് വിശാലമായ രീതിയിൽ വലിയ സ്ക്രീൻ ഇതിനകത്തുള്ളതാണ്. ആ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കാണികൾക്ക് ഇവിടെ ഇരിക്കാം. പൂർണ്ണമായും സൗജന്യം എന്ന രീതിയിലാണ് ആ ദിവസം. നാളെ അർദ്ധരാത്രി കളി നടക്കുമ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള, അതായത് സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇത് നങ്കൂരമിട്ടിരിക്കുന്ന ഇടത്ത് തന്നെയാണ്. ഇവിടെ ആളുകൾക്ക് വരാം. സൗജന്യമായിട്ട് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവർക്ക് ഇവിടെ സ്നാക്സും സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെ കാണുക, വലിയ സ്ക്രീൻ, അതിൻ്റെതായൊരു ശബ്ദ മികവോടെ ഇത് സ്റ്റേഡിയത്തിനകത്ത് നിന്ന് കളി കാണുന്ന രീതിയിലെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ നിഷി ക്ലാസിക് ഇംപീരിയലിന്റെ ഉടമയാണ്. നിഷി, എന്താണ് ഇങ്ങനെ ഒരു പുതിയൊരു ആശയം ഇതിലേക്ക് വരുന്നത്? നമ്മുടെ അതായത് വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്, ക്ലാസിക് ഇംപീരിയൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. വേൾഡ് കപ്പ് അത് കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ ഫൈനലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആരാധനാപരമായ മെസ്സി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആളുകൾക്ക് സൗജന്യമായിട്ടൊന്ന് കാണണം. നമ്മുടെ ആളുകൾക്കൊക്കെ ക്രൂസിലിരുന്ന്, അതായത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ക്രൂസിൽ ഫ്രീ ആയിട്ട് ചെയ്യണ ആരും ഉണ്ടാവില്ല. ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവരും പൈസക്ക് വേണ്ടിയൊക്കെ ടിക്കറ്റിനൊക്കെ ചോദിച്ചു. നമുക്ക് അങ്ങനെ കൊടുക്കുന്നില്ല, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളെ പൊന്നിക്കര കുസീൻ ഞങ്ങളുടെ തന്നെ റെസ്റ്റോറന്റ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ ടീ ആൻഡ് സ്നാക്സ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കറുകപ്പള്ളിയിൽ DRK ഒക്കെ വെച്ച് നിങ്ങൾ ചാനലുകാരൊക്കെ കാണിക്കുമ്പോൾ അവർ എത്രയോ ആളുകൾക്കാണ് ഫ്രീ കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും ഒരു പരിപാടി ചെയ്യണം. DRK ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യണത്. DRKയുടെ നാളെ 4 മണി മുതൽ ആഘോഷമാണ് അവിടെ, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഒരു ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവൂല. അതായത് 1.5 കോടി രൂപയുടെ മേയറിന്റെ ശബ്ദം തന്നെയാണ് ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇനി ഏകദേശം ഇപ്പൊ നമുക്കൊരു 90 സീറ്റോളം ആയി. ഇനി ഒരു 10-40 സീറ്റും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ 150 റിസ്ട്രിക്ട് ചെയ്തേക്കണയാണ്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് സിനിമാക്കാരും പത്രക്കാരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കണം. നമ്മുടെ ചാനലുകാരൊക്കെ നമ്മൾ വന്നം, പത്രവും ചാനലൊക്കെ വന്നം. കാരണം മീൻസ് അവർക്ക് ഇവിടെ നിന്ന് കളി കാണാനുണ്ട്, റിപ്പോർട്ട് ചെയ്യാനല്ല. സ്റ്റേഡിയത്തിന്റെ അതെ ആ ഒരു ഫീലോടുകൂടി ഞങ്ങൾ ക്ലാസ് സ്കൈലൈൻ ഇംപീരിയൽ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ കുറച്ച് സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ കുറെ വെൽ വിഷേഴ്സ്, പിന്നെ കുറെ ആൾക്കാർ ഞങ്ങൾ ഇത് കണ്ടിട്ട് വിളിച്ചു. അവർക്കൊക്കെ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഏതായാലും വലിയ ഒരു സംവിധാനങ്ങളും എല്ലാമായിട്ട് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിനകത്ത്
ഇരിക്കുന്നത് പോലെയുള്ള ഒരു സജ്ജീകരണങ്ങളാണ്. കാരണം ഒരു ശബ്ദം വലിയ രീതിയിൽ തന്നെ ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിൽ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് കാണാം ഈ വലിയ സ്ക്രീനിൽ ഈ ഓളത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ്. ഏതായാലും പുതിയ ഒരു അനുഭവം, കാഴ്ചയുടെ പുതിയൊരു അനുഭവം, ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കാനായിട്ട് ഒരുങ്ങിയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന ലോകകപ്പിനെ, അതിന്റെ ഫൈനലിനെ കാണുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി തീർത്തും വൈവിധ്യമാർന്ന രീതിയിലാണ് ആരാധകർ ഒരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഫിഫ ലോകകപ്പിൽ ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറയേണ്ടി വന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് ശശി തരൂർ MP പറയുന്നത്. റിസ്ക് എടുക്കാനില്ല, ഇന്ത്യക്ക് ഒരു ടീം ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു. അതറിയാം, ലോകം എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വലിയ സന്തോഷത്തോടെ എല്ലാവരും കാണട്ടെ. അത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ്. കേരളക്കാർക്ക് നമ്മുടെ ഭാരതത്തിൽ അവർക്ക് ഫുട്ബോളിൻ്റെ ആ സ്നേഹം, ആ പ്രേമമുള്ളത് വേറെ ഏത് സംസ്ഥാനം ഇതുപോലെ കാണില്ല. അപ്പോൾ നല്ല തന്നെ അവർ കണ്ടോട്ടെ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, ഒരു ദിവസം നമ്മളുടെ മലയാളി കുട്ടികൾക്ക് ഒരു ഇന്ത്യൻ ടീമിന് പിന്തുണ കൊടുക്കാൻ ഒരു അവസരം വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിപ്പോൾ അവർക്ക് കാണാൻ, മറ്റേ ടീമുകളെ കാണാൻ മാത്രമുള്ള ഭാഗ്യമുണ്ടാവും. പക്ഷേ അത് കണ്ട ശേഷം അവരുടെ കഴിവും, അവർ വേൾഡ് ക്ലാസ് കളിയും ഒക്കെ കണ്ട ശേഷം നമ്മളുടെ യുവാക്കൾ കുറച്ചൊരു ഇൻസ്പയർഡ് ആവട്ടെ. മുൻ ഫുട്ബോൾ താരം കൂടിയായിട്ടുള്ള CPM നേതാവ് TK ഹംസ ഇക്കുറിയും ലോകകപ്പ് അർജന്റീന നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. മെസ്സിയെ പൂട്ടാൻ സ്പെയിൻ എല്ലാ വഴിയും നോക്കും, പക്ഷേ മെസ്സി മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടുപ്പിച്ച് ടീമിനെ ജയിപ്പിക്കുമെന്നാണ് TK ഹംസ പറയുന്നത്. അർജന്റീന നല്ല ഏതാനും കളിക്കാരുള്ള ഒരു ടീമാണ്, ഒത്തൊരുമിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്ന മെസ്സി ഏത് നിലക്കും അനിഷേധ്യനായ കളിക്കാരനാണ്. അപ്പോൾ അവനെ നേരിടുന്നതും ആ ടീമിനെ കാണുന്നതും ശരിയായ ലൈക്കല്ലെങ്കിൽ അർജന്റീന തന്നെ ജയിക്കും. ഇപ്പോൾ കഴിഞ്ഞിടത്തോളം അനുഭവം എന്താണെന്ന് വെച്ചാൽ, മെസ്സിൻ്റെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ മറ്റുള്ള ഡിഫൻസ് മുഴുവൻ അയാളെ ചുറ്റുകൂടും. അതിൻ്റെ ഇടയിൽ നിന്ന് തന്ത്രപരമായിട്ട് പന്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അത് മറ്റൊരടിക്കും മെസ്സിൻ്റെ ആളുകൾ. അങ്ങനെ 2 ഗോളും കഴിഞ്ഞ പ്രാവശ്യം അടിച്ച്. മെസ്സി അടിപ്പിച്ചു, മറ്റൊരടിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ആ ജാതിയിലുള്ള തന്ത്രപരമായ കളികളൊക്കെ അർജന്റീനയുടെ കയ്യിലാണ് ഉള്ളത്. ആ നിലക്ക് നിഷ്പക്ഷമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കപ്പും അർജന്റീനയ്ക്ക് അടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ, ഒരുപാട് ലോക ആവേശങ്ങൾ, ഫുട്ബോൾ ആരാധകരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും പങ്കുവെക്കാം. തൽക്കാലം ലോക വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രധാനപ്പെട്ട വാർത്തകളുമായി അനുശ്രീ ചെയ്തു. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഒരു കാലത്ത് നമ്മുടെ മോർണിംഗ്സ് ഒക്കെ തുടങ്ങിയിരുന്നത് പത്രങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു. പത്രം വായിക്കുന്ന ശീലം പോയി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ രാവിലുകൾക്ക് ഇപ്പൊ ചില പുതിയ ശീലങ്ങളുണ്ട്. ഒരു സ്വൈപ്പ്, ഒരു സ്ക്രോൾ, ഒരു കോഫി, ഒരു പ്ലേലിസ്റ്റ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ഫോണുകളെയാണ്, അല്ലെ? കാലം മാറി, ലോകം മാറി, നമ്മളും മാറി. നമ്മുടെ മോർണിംഗ് ഷോയും കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആവേണ്ട ടൈം ആയല്ലേ. ഞാൻ സേറ മിയ ഐസൺ. ഇനി അങ്ങോട്ട് എല്ലാ പ്രഭാതത്തിലും കുറച്ച് നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം ഞാനും ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ന്യൂസി മോർണിംഗ്. Champions are in the arena. Rise from the streets
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ജോർദാനിലെ ഇറാൻ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് US-ന്റെ നടപടി. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, അമേരിക്ക ഇപ്പോൾ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഇറാൻ ഇപ്പോൾ വെല്ലുവിളി തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. 2 സൈനികർ കൊല്ലപ്പെട്ടു. ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇങ്ങനെ സൈനികർ കൊല്ലപ്പെട്ടത്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സൈനികരുടെ വിശദാംശങ്ങൾ ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. അത് ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നാണ് പെൻറ്റഗൺ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സെൻട്രൽ കമാൻഡ് നേരത്തെ തന്നെ ഈ 2 സൈനികരുടെ മരണം സംബന്ധിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അവർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു എന്ന കാര്യം കൂടി ഇപ്പോൾ സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു തിരിച്ചടിക്ക് പിന്നാലെ തന്നെയാണ് അമേരിക്കയുടെ നടപടി. ചർച്ചകൾ പൂർണ്ണമായും അടഞ്ഞു എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടന്നതോടുകൂടി ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പെൻറ്റഗൺ നൽകുന്നത്. നേരത്തെ ട്രംപിൻ്റെ നിലപാടുകൾക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈനികർ കൊല്ലപ്പെടുന്നു. 16 സൈനികരാണ് ഫെബ്രുവരി 18-ന് ശേഷം ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത്, അവരുടെ ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, അല്ലെങ്കിൽ സമാധാനപരമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന ഒരു കാര്യം വരുന്നു. അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സെനറ്റർമാരുടെ എല്ലാം തന്നെ പിന്തുണ പൂർണ്ണമായും ഇപ്പോൾ ട്രംപിന് അനുകൂലമായി മാറുന്ന ഒരു നിലയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നേരത്തെ തന്നെ ഇറാൻ നടത്തിയിരുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. ഖമേനിയുടെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളിലേക്ക് ഇറാൻ പോകുന്നത്. അതിനൊരു അറുതി വരുത്തണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ ചിന്ത. ഇസ്രായേൽ നേരത്തെ തന്നെ ആഗ്രഹിച്ച കാര്യമാണ്. ഇത് യുദ്ധം അവസാനിപ്പിക്കരുതെന്ന നിലയിലായിരുന്നു നെതന്യാഹുവിൻ്റെ നേരത്തെയുള്ള നിലപാടുകൾ. അതിന് അനുകൂലമാകുന്ന തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്. നേരത്തെ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായും ചർച്ചയ്ക്ക് കളമൊരുക്കിയത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാനിൽ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. POKയിലെ പ്രശ്നമുണ്ട്. ബലൂചിസ്ഥാനാകട്ടെ അവർ പ്രത്യേക ഒരു രാജ്യം എന്ന പ്രഖ്യാപനം തന്നെ നടത്തി കറൻസി ഉൾപ്പെടെ പുറത്തിറക്കിക്കൊണ്ട് പതാകയും പുറത്തിറക്കി. പാകിസ്ഥാനിൽ വലിയ അന്തഃഛിദ്രം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഇസ്ലാമാബാദിൽ 2ാമത്തെ റൗണ്ട് ചർച്ച എന്ന നിലയ്ക്കായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. അതിനുള്ള
അങ്ങനെയുള്ള സാധ്യതയും അടഞ്ഞിരിക്കുന്നു. ഒമാനും UAE അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തി. ഇപ്പോൾ ആ രാജ്യങ്ങളും ഇത്തരമൊരു ചർച്ചയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണത്തിലേക്ക് അമേരിക്ക പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കം അതേപടി നിലനിൽക്കുന്നുണ്ട്. കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അവിടെ ഒമാന്റെ തീരത്തുകൂടി കപ്പലുകൾ പുതിയൊരു പാത സൃഷ്ടിച്ചതാണ് ഇറാനെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത്. അവർക്കുള്ള ഒരു അപ്രമാദിത്വം നഷ്ടമാകുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഏതായിരുന്നാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കടുത്ത ആക്രമണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയത്ത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് പരിപാടി നടത്തി. പരിപാടിക്കെതിരെ പോലീസിനുള്ളിൽ വിവാദം രൂപപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനോദ് തന്നെ ചേരുന്നുണ്ട്. വിനോദ്, ഉമ്മൻചാണ്ടി അനുസ്മരണം ഒരു പോലീസ് ആസ്ഥാനത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അതിനെതിരെ ഇപ്പോൾ ഇതാ കൂടുതൽ വിവാദം ഉയർന്നു വരുന്നു, ആരോപണങ്ങൾ ഉയർന്നു വരുന്നു, രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, കോട്ടയം AR ക്യാമ്പിലാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വെച്ച് പോലീസുകാർ അങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടത്തിയെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസമായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണം. അത് കോട്ടയത്ത് വലിയ തോതിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്ത പരിപാടിയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ പോലീസുകാർ കൂടി AR ക്യാമ്പിനുള്ളിൽ ഇങ്ങനെ ഫ്ലക്സ് വെച്ചത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്തും കാസർഗോട്ടും ഈ ത്രിവർണ്ണ പതാക, കോൺഗ്രസിൻ്റെ പതാക വെച്ച കേക്ക് മുറിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വലിയ വിമർശനം ഉണ്ടായതാണ്. നിരവധി കോടതി വിധികളുണ്ട്. പോലീസിനുള്ളിൽ അങ്ങനെ രാഷ്ട്രീയം പാടില്ല, പ്രകടമായ രാഷ്ട്രീയം ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പോലീസ് അസോസിയേഷൻ്റെ ബൈലോയിലും ആ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസുകാർ രാഷ്ട്രീയം കളിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഉള്ള കമ്മിറ്റികൾ മാറിയിട്ടില്ല. ഇടത് സർക്കാരിൻ്റെ കാലത്ത് എല്ലാ പോലീസ് ജില്ലകളിലും ഇടത് അനുകൂലികൾ നയിക്കുന്ന കമ്മിറ്റികളാണുള്ളത്. ആ ഭാരവാഹികൾ ഒഴിഞ്ഞിട്ടില്ല. പുതിയ ഭരണസമിതി വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ കേക്ക് മുറിക്കലും ഫ്ലക്സ് വയ്ക്കലും വരുന്നത്. ഇത് തീർച്ചയായും പാടില്ലാത്തതാണ്. വിവിധ തരത്തിലുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതാണ്, നീതി തേടി എത്തുന്നതാണ്. അവിടെ ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അനുഗുണമായ കാര്യമല്ല. അത് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ ചിലർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പോലീസുകാർ കൈക്കൊള്ളും. അങ്ങനെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് നേരത്തെയും പരാതിയായിട്ടുള്ള കാര്യമാണ്. പോലീസിനുള്ളിൽ അസോസിയേഷൻ വേണമോ എന്ന കാര്യം തന്നെ പലപ്പോഴും ചർച്ചയായി വന്നിട്ടുള്ളതാണ്. പക്ഷേ അസോസിയേഷൻ ഉണ്ട്. അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജോലിഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ പീഡനങ്ങൾ വരുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ പോലീസുകാർക്ക് ഒരു തണലാകാൻ, അവർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് പോലീസ് അസോസിയേഷൻ. പക്ഷേ പോലീസ് അസോസിയേഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. KSU തർക്കത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശശി തരൂർ MP. തന്റെ തലവേദന ഇപ്പോൾ പാർലമെന്റാണ്. കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ചെറുപ്പക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ശശി തരൂർ പറഞ്ഞു. ഇതിലൊന്നും ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, എൻ്റെ തലവേദന ഇപ്പോൾ പാർലമെൻറ്റാണ്. ഞാൻ നാളെ പോകുന്നു ഡൽഹിയിൽ. അവിടെ ഈ കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങൾ കൂടിയത്. ഇവിടെ ഞാൻ വരുന്ന മുമ്പ് ഡൽഹിയിലായിരുന്നല്ലോ ഈ ചർച്ച കൂടാൻ. അപ്പം മനസ്സ് അവിടെയാണ്. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി നമ്മളുടെ പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒപ്പം എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അകത്തുള്ള ചില വിവാദങ്ങൾ ചിലപ്പോൾ സ്വാഭാവികം ഉണ്ടാവും. ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് എല്ലാ വിധത്തിലും അഭിപ്രായം പറയാൻ ഒരു കഴിവ് കാണിച്ച ഒരു നേതാവ് ചെറുപ്പക്കാരൻ മുതൽക്ക് തന്നെ. അദ്ദേഹത്തിന് അതിന് എപ്പോഴും ബഹുമാനമുണ്ട്. അതിന് പ്രശ്നമൊന്നും ചിന്തയൊന്നുമില്ല. ഇന്നു മുതൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായേക്കും. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ ഒരു വർഷത്തേക്കാണ് കരാർ. യൂണിറ്റിന് 5.96 രൂപയ്ക്ക് രാത്രിയിൽ വൈദ്യുതി വാങ്ങും. കൊറോ ഹെൽത്ത് പിരിച്ചുവിടൽ വിവാദത്തിൽ നിർണായക ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനിയുടെ ഉന്നത മാനേജ്മെന്റ് പങ്കെടുക്കും. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാർ തൊഴിൽ തുടരാനുള്ള വ്യക്തമായ നിർദ്ദേശവുമായി എത്താനാണ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃപ്തികരമായ നിർദ്ദേശം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ജോലി നഷ്ടപ്പെട്ട 100 കണക്കിന് ജീവനക്കാരുടെ ഭാവി ഈ ചർച്ചയുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. സർക്കാർ മധ്യസ്ഥതയിൽ നടക്കുന്ന നാളത്തെ ചർച്ച നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതി champions in the arena. Rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ അപ്രതീക്ഷിതമായി കിട്ടിയ അവാർഡിന്റെ ആഹ്ലാദത്തിലാണ് വൈക്കം വിജയലക്ഷ്മി. പാട്ട് പാടിയപ്പോൾ തന്നെ ചില അവാർഡുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി വിജയലക്ഷ്മി ന്യൂസ് 18നോട് പറഞ്ഞു. മമ്മൂട്ടിക്കൊപ്പം അവാർഡ് ലഭിച്ചത് വലിയ സന്തോഷമുണ്ടാക്കുന്നു. ഭാവിയിൽ കിട്ടേണ്ട പുരസ്കാരങ്ങളെക്കുറിച്ചും വിജയലക്ഷ്മി മനസ്സ് പങ്കുവെക്കുകയാണ്. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാളത്തിന് അഭിമാനമായി വൈക്കത്ത് നിന്ന് ഒരു താരോദയം, പുത്തൻ താരോദയം എന്നൊന്നും പറയാൻ കഴിയില്ല. വർഷങ്ങളായി മലയാള ഗാനത്തിന് തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ വൈക്കം വിജയലക്ഷ്മി ദേശീയ പുരസ്കാര ജേതാവായി മാറിയിരിക്കുകയാണ്. ചേച്ചി, എന്താണ് ആദ്യം മനസ്സിലുള്ള ഒരു ഫീലിംഗ്? അയ്യോ, സന്തോഷം കേട്ടോ. സന്തോഷവും അത്ഭുതവുമായി. ഇത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചില്ല. സെപ്റ്റംബറിലൊക്കെ പ്രതീക്ഷിച്ചത്. അന്നേരം സുഭാഷ് ചേട്ടനാണ് വിളിച്ചു പറഞ്ഞത്. എറണാകുളത്തെ ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്ന സുഭാഷ് ചേട്ടൻ അഭിനന്ദനങ്ങളെന്നും പറഞ്ഞു ഉടനെ വിളിച്ചു. ഞാൻ ഇതെന്തിനാ ഇപ്പൊ അഭിനന്ദനം ഇപ്പൊ സാറ് പറഞ്ഞു നാഷണൽ അവാർഡ് ഉണ്ടെന്ന് AR റഹ്മാന്. ഓയ്യോ, വണ്ടടിച്ചു പോയിട്ടെ. നമ്മള് തീരെ ഇത്ര പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ TV കണ്ടിരുന്നില്ല അപ്പൊ അവാർഡ് അറിഞ്ഞില്ല. പിന്നെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വെച്ചത്. അപ്പോഴാണ് ഓൺ ചെയ്യണത്. അതിനും പറഞ്ഞില്ല. ഇതിന്റെ ഒരു റെക്കോർഡിംഗ് സമയത്തൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞിരുന്നു കേട്ടപ്പോ തന്നെ. ഡയറക്ടർ തന്നെ ആദ്യം പറഞ്ഞു ഒരു അവാർഡിന്റെ മണം ഉണ്ടോ. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമായിരുന്നു. എങ്ങനെയായിരുന്നു? സ്വപ്നമായിരുന്നു. ദിസ് ഈസ് ആൻ അഫർമേഷൻ. അങ്ങനെയാണ് പറയേണ്ടത്. അതൊരു അഫർമേഷൻ ആയിരുന്നു. അഫർമേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക പാട്ടിനോട് ഈ പാട്ടിനോട് കൂടുതൽ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ചേച്ചിക്ക്? അങ്ങനെ പ്രധാനമായിട്ട് ക്ലാസിക്കലാണ്, ശാസ്ത്രീയ സംഗീതം. പിന്നെ എല്ലാം ഇഷ്ടമാണ്. ലൈറ്റ്, സിനിമ ഗാനം, ഭക്തിഗാനം എല്ലാം ഇഷ്ടമാണ്. പലപ്പോഴും അവാർഡ് കിട്ടുന്ന പാട്ട് അങ്ങനെ വലിയ ജനപ്രിയമൊന്നും ആകണമെന്നില്ല. പക്ഷെ ഇതെല്ലാവരുടെയും നാവിൻ തുമ്പത്ത് ഇങ്ങനെ ഏറ്റവും വലിയ അവാർഡ് അതാണ്. അതിനുശേഷമാണ് ഇത്. ഒരുപാട് ഹിറ്റായല്ലേ? അതെ അതെ, സംഭവം സെറ്റാ. ഈ വൈക്കംകാരനായ മമ്മൂക്കയ്ക്ക് 2 വൈക്കംകാരാ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുന്നത്. മമ്മൂക്കയ്ക്കും അഭിനന്ദനങ്ങൾ, അവാർഡ് കിട്ടി എല്ലാവർക്കും അഭിനന്ദനം കേട്ടോ. രണ്ടുപേരും കൂടി നമുക്ക് വേണ്ടി. അതിപ്പോ പാടാം. പിന്നെ എവിടെ ഉയർന്നു പോയിട്ട് പാടും. ഇഷ്ടമല്ലോ. ഉയർന്നു വാ ഉയർന്നു വാ തടകളെ നീ ഉടച്ചുവാ. ഉയർന്നു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചുവാ. എന്തായാലും ഇതാണ് വിജയലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. എല്ലാം തുറന്നു പറയുന്ന, ഓസ്കാർ വേണം, ഓസ്കാർ കൂടിയാകാം, എല്ലാം തുറന്നു പറയുന്ന ഒരു പ്രകൃതം കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. എന്തായാലും മലയാളത്തിന് വലിയ അഭിമാനമായി തന്നെ മാറിയിരിക്കുന്നു ഈ വൈക്കംകാരി. വലിയ സന്തോഷത്തിലാണ് കോട്ടയം. KP ധനേഷിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നിറവിലാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഒരു ചെറിയ ചിത്രത്തിന് ലഭിച്ച വലിയ വിജയമാണിത്. തിയേറ്ററിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ നിരാശയുണ്ട്. അവാർഡ് ലഭിച്ചതോടെ കൂടുതൽ ആളുകൾ കാണുമെന്നത് പ്രതീക്ഷയാണ്. സംസ്ഥാന അവാർഡ് പുരസ്കാര വേദിയിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചത് മറ്റൊരു അവാർഡിന് തുല്യമായിരുന്നുവെന്നും ഫാസിൽ മുഹമ്മദ് പറഞ്ഞു.
മലയാളത്തെ ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ. നമുക്കൊപ്പം സംവിധായകൻ ഫസൽ മുഹമ്മദ് തന്നെ ചേരുന്നു. വ്യത്യസ്തമായ ഒരു പ്രമേയം, ഈ രീതിയിലും കഥ പറയാവോ എന്നെല്ലാം ചോദിച്ചൊരിടത്തു നിന്നാണ് വലിയ വിജയങ്ങളിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായി ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ചെറിയ സിനിമക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങൾ ആണ്, ഭയങ്കര സന്തോഷം. ഇത് ഒരു പ്രമേയം, അത് ഏറ്റവും പുതുമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ എവിടെയാണ് ഒരു പുതുമുഖ സംവിധായകൻ വെല്ലുവിളി നേരിടുന്നത്? കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചിന്താഗതിയും. ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക, പിന്നെ അഭിനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അഭിനയത്തിലൊരു വ്യത്യസ്തത കണ്ടെത്തണം, അങ്ങനെയാണ് ഇതൊരു നമ്മളൊരു മാർക്കായിട്ട് മാറുക എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പിന്നെ പൊന്നാനി പോലത്തെ സ്ഥലം അതിനെ ഹെൽപ്പ് ചെയ്ത്. അവിടുത്തെ ആ ഏരിയ സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ് പൊന്നാനി. അപ്പോൾ അവിടെ ആ മേഖലകളിൽ പോയി ഷൂട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എല്ലാത്തിനും മൊത്തത്തിലൊരു പുതുമ വന്നു. പിന്നെ പുതിയ ആളുകളായിരുന്നു അഭിനയിച്ചത്, പുതിയ ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. അങ്ങനെ കുറെ കൂടി ഈ വഴിയിലേക്ക് വരുന്നവർക്ക് കുറെ കൂടി കോൺഫിഡൻസ് ഈ ഫെമിനിച്ചി ഫാത്തിമയിലൂടെ അല്ലെങ്കിൽ ഫാസിൽ മുഹമ്മദിലൂടെ ലഭിക്കുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? തീർച്ചയായും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറയും, നിങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ. ചില ആൾക്കാർ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് പോയി, എന്തിനാ അങ്ങനെ നിൽക്കുന്നത്, ഞാൻ ചെയ്തില്ല ഫാത്തി, അതുപോലെ സിനിമ ചെയ്യും, അത് വർക്കാവും, ഇപ്പം നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പോൾ ഇനി വരുന്ന സിനിമക്കാരുടെ കഥയെ പറയുള്ളൂ സംവിധായകരുടെ അടുത്ത്. വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക, ചെറിയ ഇതുപോലെ നല്ല കഥകൾ കണ്ടുപിടിക്കുക, സിനിമ ചെയ്യുക. അപ്പം അതിന് തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിൽ ഉണ്ട്. പേരിൽ ആദ്യം ഒരു വിമർശനമൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു, പക്ഷെ പിന്നീട് അത് ഇല്ലാതാവുന്നു. IFFKയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തിയേറ്ററിൽ അധികം പ്രേക്ഷകർ വന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനുണ്ട്. അപ്പം ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചത് മലയാള സിനിമയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ പുതുമുഖ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി, നല്ല കണ്ടന്റ് കാണാൻ തിയേറ്ററിൽ ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്രതീക്ഷക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫെയറാണ് ചെയ്തത്, അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു നമ്മളെ ഭയങ്കരമായിട്ട്. അതാണ് നമുക്ക് കൂടുതൽ തിയേറ്ററിൽ എത്താനായിട്ടും പിന്നെ കൂടുതൽ ആളുകളിലോട്ട് അത് സ്പ്രെഡാക്കാനൊക്കെ ഫെയറാണ് ഹെൽപ്പ്. ഈ കഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിസരങ്ങളിലെല്ലാം തമിഴ്നാട്ടിലും അവിടെയെല്ലാം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്നാണ് നമ്മളിവിടെ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും മറ്റേ ആ രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ മാറ്റങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. അതെ, മാറ്റങ്ങൾ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഇനി ഇതുപോലെ സിനിമകൾ സംഭവിക്കും മലയാളത്തിൽ, പ്രതീക്ഷ തന്നെ. ഇതിപ്പോൾ ഒരു പുരസ്കാര വേദിയിൽ മമ്മൂട്ടി അടക്കം അദ്ദേഹം പറയുന്നുണ്ട്, പരാമർശിച്ചു പോകുന്നുണ്ടായിരുന്നു. അതൊരു അവാർഡിന് തുല്യമായ രീതിയിൽ തന്നെ. ഞാനന്ന് പറയാറുണ്ട്, എനിക്കന്ന് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് ഫാത്തിമയും കിട്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ വാക്കുകൾക്കും അത് ഞാൻ അവാർഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ സിനിമകൾ സംഭവിക്കണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞത്. അതിന് അംഗീകാരങ്ങൾ കിട്ടും. എന്തായാലും തുടർച്ചകൾ ഉണ്ടാകട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. ഏതായാലും ദേശീയ അവാർഡിന്റെ അടക്കമുള്ള തിളക്കത്തിൽ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയും ഫാസിൽ മുഹമ്മദും. കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ക്യാമറാമാൻ ഷ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് സാംസ്കാരിക ടൂറിസം സിനിമാ മന്ത്രി PC വിഷ്ണുനാഥ്. മമ്മൂട്ടിയെ തേടി 4ാം തവണയും ദേശീയ പുരസ്കാരം എത്തുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വേഷപ്പകർച്ചകളിലൂടെ എന്നും വിസ്മയിപ്പിച്ച നടനാണ് അദ്ദേഹം. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹനായ ഷഹനാദ് ജലാലിനെയും പുരസ്കാര നേട്ടത്തിൽ മന്ത്രി അഭിനന്ദിച്ചു. വൈക്കം വിജയലക്ഷ്മിക്കുള്ള അംഗീകാരം ദേശീയ പുരസ്കാരത്തിന്റെ മാറ്റുകൂട്ടുന്നു. കഴിഞ്ഞ IFFKയിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ ദേശീയ പുരസ്കാര വേദിയിലും തിളങ്ങിയതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. നോൺ ഫീച്ചർ വിഭാഗത്തിൽ അനന്തജ്യോതി സംവിധാനം ചെയ്ത ഭദ്രകാളി നാടകം എന്ന ഡോക്യുമെന്ററി പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായതും മലയാളത്തിന്റെ മറ്റൊരു അഭിമാന നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച് മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ എല്ലാ പ്രതിഭകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മലയാള സിനിമയുടെ കലാ സാങ്കേതിക മികവും സാമൂഹിക പ്രതിബദ്ധതയും ദേശീയ തലത്തിൽ വീണ്ടും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും മലയാള സിനിമ കൂടുതൽ ഉയരങ്ങളിൽ കീഴടക്കട്ടെ എന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. കൊല്ലം കുണ്ടറയിലെ മിത്രയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. മിത്രയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഭൂഗോളത്തിന്റെ ഒന്നാകെ സ്പന്ദനം ഒരു ബോളിലേക്ക് ചുരുങ്ങുന്ന ദിവസമാണ്. കാഴ്ചക്കാരുടെ ഒക്കെ കണ്ണുകൾ ഒരു ബോളിന്റെ ചലനത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമുക്ക് കണ്ടറിയാം ആരാകും വിജയ കിരീടം ചൂടുക എന്നുള്ളത്. ഇതോടെ ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.